എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. RSS നേതാവിനെ കണ്ടു. പിണറായി വിജയന്റെ ദൂതനായി പോയി തൃശ്ശൂർ പൂരം കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ എന്തായിരുന്നു അടിയന്തര യോഗത്തിന്റെ കാരണം? വളരെ പെട്ടെന്ന് വരണമെന്നാണ് പത്രക്കാരോട് പറഞ്ഞത്. ഓടിക്കളിച്ച പത്രക്കാർ പലരും എത്തിയത്. അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിന് തൊട്ട് മുമ്പ് ആ വിവരം എനിക്ക് കിട്ടിയിരുന്നു. അത് ഞാൻ വെളിപ്പെടുത്തും. എന്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിന്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ്. അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവിടെ തമ്മിൽ ഗൂഢാലോചന പറ്റും. എന്താ കാരണം? പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങുമെന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിൽ ജനങ്ങൾക്കൊക്കെ അറിയാം. ബർമിംഗ്ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ്. അപ്പൊ ഈ 11:30 മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് 10:30 മണിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനതിന്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായി. അപ്പൊ അതുകൊണ്ട് 11:30 മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത്. 11 മണിക്ക് ശേഷം കൃത്യമായ സമയം വെച്ചിട്ടാണ്. അപ്പൊ അതിന് ഞാനിങ്ങനെ പറയല്ലേ. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്. കേരളത്തിൽ RSSുമായി ചേർന്നുകൊണ്ട് LDFന് ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട്. RSSന്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടണം. കേരളത്തിലെ പോലീസിനെ അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട്. കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ്. വിദേശത്തുനിന്ന് പണം വന്നതാണ്. ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട്. അത് അടിവരയിടാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സീറ്റ് ഞങ്ങൾ സഹായിക്കാം. ആ വോട്ട് പരിശോധിച്ചാൽ അറിയാലോ ആരെ വോട്ടാ പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, കുറച്ചെങ്കിലും കുറച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. വോട്ട് പൂർണ്ണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ്. അത് കണക്കുണ്ടല്ലോ. അപ്പൊ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വിളമ്പുന്നത്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട്, എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ. ശരിക്കും നിങ്ങൾ പരിശോധിക്കുക. വെനസ്ഡേ 1:53. അപ്പോ ഇതിനെ കൊടുക്കാം. അപ്പം ഈ പറഞ്ഞതുപോലെ PV അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു. PV അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു. അപ്പൊ അതിനെ നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന ADGPയെ ഈ കാര്യത്തിന് BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാം, അതിന് മറ്റു സഹായം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകില്ല. അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ. ഞാൻ ED അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ EDക്ക്, എന്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട്, ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല, ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല, ED അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ. എന്താ എഴുതി കൊടുക്കാത്തത്? വെല്ലുവിളിക്കുന്നു. പിണറായിയെ പേരിൽ ഈ RSSനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. ഒന്ന് എഴുതി കൊടുക്കട്ടെ. പുനർജനി കേസ് ED അന്വേഷിക്കണം. അത് തന്നെയാണ് വിഷയം.
ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.